ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ പാരലൽ. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെച്ചാൽ എഗെയിൻ നമ്മൾ വന്നേക്കുന്നത് വെച്ചാൽ ക്രാഫ്റ്റ്സ്മാൻ. അപ്പം നേരത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലത്തെ വിലക്കുന്ന ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുമ്പോൾ വെച്ചാൽ നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നെതർ പോർട്ടൽ മിക്കവാറും റൂവിൻ്റെ പോർട്ടൽ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് പോകും. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. പിന്നെ ഇതൊക്കെ നോക്കുവാണെങ്കിൽ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ വളർന്നു. ഇത് ഈ ഓട്ടോ നോക്കണ്ട. ഇവിടെ നമ്മുടെ നേരത്തെ ചെസ്റ്റ് ഒക്കെ ഉണ്ട്, ഞാൻ പൊട്ടിച്ചെടുത്താണ്. ഇനി അവിടെ കൊണ്ട് ലീവ്സൊക്കെ വെക്കണം. ഞങ്ങൾ കണ്ട് ഇവിടുത്തെ കുറേ പശുവൊക്കെ ഉണ്ടായിരുന്നു. പശുവൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ബേസിൻ്റെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ട എല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ കുറേ ഇതുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ആർമേഴ്സിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ 2 ജസ്റ്റ് ആർമറിൻ്റെ. പിന്നെ ഇവിടെ മറ്റേ വുഡിൻ്റെ കാര്യങ്ങളൊക്കെ, വുഡും പ്ലാങ്കും ഒക്കെയാണ് അവിടെ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അവിടെ സ്റ്റോണുകളുടെ ഇതാണ്. പിന്നെ ഇവിടെ നമ്മുടെ വാല്യബിൾസിൻ്റെ പെട്ടിയാണ്. അപ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഫുഡിൻ്റെ ആ ഒരു ഇതാണ്. ഫുഡ് മറ്റേ വീറ്റ് അതുപോലത്തെ ഒക്കെ ഫുഡിൻ്റെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ മറ്റേ നമ്മുടെ സീലാൻഡാണ്, അതിൻ്റെ ഒക്കെ സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനിമൽ ഫുഡിൻ്റെ ആണ്. ഒരു മണ്ടത്തരം പറ്റി ഞാൻ ആപ്പിൾ എടുത്ത് കൊണ്ട് വെക്കട്ടെ. ആപ്പിൾ ആനിമൽ ഫുഡല്ലല്ലോ, ആനിമൽസ് വരുന്ന ഫുഡല്ലല്ലോ ആപ്പിള്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ നോക്കണം. പിന്നെ ഇങ്ങോട്ടൊന്നും നിറച്ചിട്ടൊന്നുമില്ല, ഇല്ലായിരുന്നു. പിന്നെ സാൻഡ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെഡ്, നമ്മുടെ ബേസിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഉള്ളിലിറങ്ങി സോംബിനെ കണ്ടിങ്ങനെ വരാം. കുറേ ദിവസമായി സോംബിനെയൊക്കെ ഒന്ന് കൊന്നിട്ട് നമ്മൾ കൊല്ലാൻ നോക്കുമ്പോൾ ആരും വരില്ല. നമുക്ക് കാര്യം ചെയ്ത് ഇപ്പം തന്നെ സെറ്റ് ചെയ്തേക്കാം. വാ, എവിടെ അത് ഞാനിവിടെ വെച്ച് കിട്ടി. എനിക്ക് എപ്പോഴും ഇത് ഗ്രൈൻഡ് ചെയ്യും. ഇത് നല്ല രസമാണ് ഈ ഓപ്പിലേക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ. കയറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാം. എന്താ ക്രീപ്പർ നമ്മൾ നോക്കിയിട്ട് വരച്ചിട്ടുണ്ട്. പുറകെ വന്നവൻ നമുക്കൊരു സർപ്രൈസ് തരും. ക്രീപ്പറിൻ്റെ പൊട്ടിച്ചളഞ്ഞേക്കാം. നല്ല ഇരുട്ടറാ, കാണാൻ പറ്റുന്നില്ല. സ്പൈഡറാണ് എനിക്ക് അമ്പോളിന്ന് പറഞ്ഞു വേണ്ട. വാ ഇത്ര വാടാ. വന്ന് കയറി വാ കയറുന്നവനെ എന്നെ ഞാൻ വിടത്തില്ല. വാ. രണ്ടെണ്ണത്തിനും കൊന്നു കൊല വിളിച്ച്. ഇനി ഉറക്കടാ വാടാ. കൊന്ന് കൊല വിളിച്ചവന്മാരെ. കിടന്നുറങ്ങട്ടെ പെട്ടെന്ന്. എടാ മോൺസ്റ്റേഴ്സ് നിയർ ബൈ, നോ റെസ്റ്റ് ഉണ്ടോ? നിറച്ച് ഞാൻ ചാറ്റതും കൊണ്ട് അതിൽ നോ റെസ്റ്റ് അല്ലേ. നമുക്ക് പണി ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റത്തുണ്ടോ? ഈ റോട്ടൻ ഫ്ലഷ് ഒക്കെ ഇവിടെ വെച്ചേക്കാം. ഇവിടെ വെച്ചേക്കാം. മറ്റേ ഫ്രണ്ട്ലി ആനിമൽ എന്തോ പറയും, ആനിമൽസ് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ അതൊക്കെ ഇവിടെ വെച്ചേക്കാം. നമ്മൾ മിക്കവാറും 10ാമത്തെ എപ്പിസോഡ് നമ്മൾ ഡ്രാഗനെ കൊല്ലും കേട്ടോ. നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോവാണ്. എവിടാ നിയർ ബൈ? ഇനി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? എടാ ഉറങ്ങാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്. അപ്പം ഞാൻ നിങ്ങളെ ഇത് ഈ ഉമ്മാരെല്ലാം കൊല്ലട്ടെയായിരുന്നു, അല്ലെങ്കിൽ ഉമ്മരെ ഉറക്കം നീ മോൺസ്റ്റേഴ്സ് നിയർ ബൈ. അണ്ണനായിരുന്നു നമ്മളെ നേരത്തെ. അങ്ങോട്ട് ഇനിയുണ്ടോ മോൺസ്റ്റേഴ്സ് നിയർ ബൈ? എന്തായാലും ലൈറ്റ് അപ്പ് ചെയ്തേക്കാം. ചുമ്മാ കിടക്കട്ടെ. ഞാൻ ലാൻഡാണ് വെക്കാൻ നോക്കും. പക്ഷെ നമുക്കിപ്പോൾ ഇതിൻ്റെ അടുത്താവും. ഇനി എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഇടയ്ക്ക് ഇതായി. അണ്ണൻ കിട്ടി.
എത്ര എണ്ണമാണ് അടിക്കുന്നത്? അയ്യോ ക്രീപ്പർ. ഇത്രേ ഉള്ളു. ഏതാ ലെവല് നമ്മുടെ? എല്ലാത്തിനും പോന്നിട്ടുണ്ട് നമ്മള്. ഇന്ന് നമ്മള് വിജയം കൈവരിച്ചു. നമ്മള് ഏതാ ലെവല്? ഏത് വൈബ്? പുളി വൈബ്. ഇനി അത്രേ ഉള്ളു. കടന്നുറങ്ങി നമ്മള്. സോംബീസിനെല്ലാം നമ്മൾ കാട്ടിക്കയറ്റി. ഇപ്പൊ ഫ്രണ്ട്സ് ഞാനാണെങ്കിൽ നിങ്ങളെ കുറച്ച് മൈനൊക്കെ ചെയ്തുകൊണ്ട് ഇതൊക്കെ സോർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഞാനാണെങ്കിൽ എൻ്റെ ഇവിടുന്ന് അവിടെ തണ്ട ആ ചെറി ബ്ലോസത്തിന്റെ സൈഡിലായിട്ടായിരുന്നു ഒരു റൂവിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണെങ്കിൽ ഇതണ്ട ആ സൈഡിലോട്ട് സൈഡിലോട്ട് പോകുമ്പോൾ റൂവിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണെങ്കിൽ ഞാൻ കുറെ ഒരു 15 ഒബ്സീഡിയൻ എങ്ങാണ്ടുണ്ടായിരുന്നു. ആ അത്ര ഒബ്സീഡിയൻ ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് എൻ്റെ ഇവിടെ വെച്ചിട്ട് നിങ്ങളെ കൂടെ കാണിക്കുകയാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ 31 നെതറൊക്കെ അതേ റൂവിൻ്റെ ബോട്ടിൽ ഫുള്ളും അങ്ങ് എടുത്ത്. അതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഗോൾഡിൻ്റെ ആർമറൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ അവിടെ തന്നെ എടുത്തു കളഞ്ഞു. ഗോൾഡിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ. നമുക്ക് കുറേ ഇരിപ്പുണ്ട് ഗോൾഡിൻ്റെ. അതിൻ്റെ തുറന്നത്തിനാണെങ്കിൽ കേസ് ഓഫ് വാനിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ പണി കിട്ടും. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ടൈപ്പല്ലല്ലോ, മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തെറ്റും അത്. അപ്പോൾ അതേണ്ട മൈൻഡ് ഇത് ചേടാ 30 സെക്കൻഡ് എങ്ങാണ്ടാണ് ഒരു ഒബ്സീഡിയൻ മൈൻ ചെയ്തെടുക്കാൻ സമയം എടുക്കുന്നത്. നമ്മുടെ പിക്കാക്സ് ഇതുവരെ പൊട്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പിക്കാക്സ് അല്ല കിണ്ണം പിക്കാക്സ് ആയിട്ട് ഇത് ഇത്ര നേരം ഇടിപ്പുണ്ട്. നമ്മൾ ആ ഒബ്സീഡിയൻ മൈൻ ചെയ്തപ്പോൾ എടുത്തൊന്നും അനങ്ങിയിട്ട് കൂട്ടുമില്ല. ഇവിടെ ഈ ഡയമണ്ട് പിക്കാക്സ് നല്ല ഇതുള്ളതാണ്, അൺബ്രേക്കിംഗ് ഉള്ളതാണ്. നമ്മൾ ആ ഒബ്സീഡിയൻ ഞാൻ അവിടെ വെച്ച് മൈൻ ചെയ്തിട്ട് ഇത് ആദ്യത്തെ ഇത് കാണിച്ചിട്ട് പകുതി വരെ വന്നുള്ളൂ. അതുകൊണ്ട് അതുപോലെ തന്നെ ഇതായി. അത്രയ്ക്ക് നല്ല ഹെൽത്ത് ബാർ ഉള്ള ഒരു പിക്കാക്സ് ആണ് ഡയമണ്ട് പിക്കാക്സിന്. അത് റേറ്റ് അതിനെക്കാളും പൊളിയാണ്. നമുക്ക് 11ാമത്തെ എപ്പിസോഡ് തന്നെ നോക്കുന്ന 11ാമത്തെ അല്ലെങ്കിൽ 12 ഏതെങ്കിലും ഒരു എപ്പിസോഡ് 10 കഴിഞ്ഞിട്ടുള്ള ഡ്രാഗൺ ഒക്കെ ഉണ്ടാക്കുന്ന അത് റേറ്റ് എടുക്കാൻ പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് നേരെ അവിടെ പോകണം. നേരെ വല്ല കാര്യമൊന്നുമില്ല പോകണം. ഇപ്പോൾ പിന്നെ നമുക്ക് അവിടെ നേരെ പോയിട്ട് അവിടെ നമ്മളിപ്പോൾ 16 ദിവസം നമ്മൾ സർവേ ചെയ്തു. ഇതല്ല ഞാനാണെങ്കിൽ അവിടെ ഒരു കസ്റ്റം ഡ്രൈവ് ഉണ്ടായിരുന്നു. കസ്റ്റമൈസ്ഡ് ഡ്രൈവ് ആണ് ഇത് ആദ്യം പറഞ്ഞ 2 ബ്ലോക്ക് ഉണ്ട്. പിന്നെയാണെങ്കിൽ 1 2 3 4 അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഇങ്ങനെയായി. അപ്പം ഞാനാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് 1 2 3 ചെയ്യാൻ പറ്റത്തില്ല. അറിയത്തില്ല എനിക്ക് പൊളിച്ചു പോവാം. ഇവിടുന്ന് ഇതിങ്ങനെ പൊളിക്കുക, ഇതിങ്ങനെ പൊളിക്കുക. ഒബ്സീഡിയൻ ആയതുകൊണ്ട് ഇതാകുന്നില്ല കേട്ടോ. അയ്യോ തികയത്തില്ല, തീരെ തികയത്തില്ല. നമ്മൾ തേഞ്ഞ് ഗൈസ്, നമ്മൾ തേഞ്ഞ്. അപ്പം നമ്മൾ എന്ത് ഗൈസ്. അപ്പം ഞാൻ നിങ്ങളെ കുറച്ച് അവിടെ ഇവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവിൽ കൂടെ പോയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേവിൽ കൂടെ പോയിട്ട് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. എന്തുവാടെ ഇത്? ഇനി അവിടെ കേവിൽ പോകണം. അവിടെ അടിയിലെങ്ങാണ്ടായിട്ട് ഒരു ലാവപ്പുള്ളുണ്ട്. അവിടെ നിന്ന് ഒബ്ജക്റ്റ് മൈൻഡ് ചെയ്തുകൊണ്ട് വരാൻ. ഓക്കെ ഗൈസ്, അപ്പം ഞാനാണെങ്കിൽ ഇവിടുന്ന് കുറേ ഇതാക്കിയിട്ട് നമ്മൾ ഫൈനലി അവിടെ നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കണ്ട നമ്മളാണെങ്കിൽ ഗ്ലാസ് ടീനൊക്കെ റെഡ് ഗ്ലാസ് ടീൻ കൊണ്ട് നമുക്ക് ലാവയെ കൂടെ കിട്ടുമ്പോൾ പക്ഷേ ഇതിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കും നമ്മൾ ഒക്കെ എന്തായാലും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ അവിടെ എന്തോ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ലാവയിലോട്ട് വിളിക്കുന്നു. എന്നിട്ടാണെങ്കിൽ ഞാൻ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. അവിടെ ലാവയുടെ ഇച്ചിരി കുറവായിരുന്നു, ലെവൽ ഇച്ചിരി കുറവായിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ എൻ്റെ കുറച്ച് നെതറാക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതാണെങ്കിൽ ലാവയുടെ ലെവൽ ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ബ്ലോക്ക് വെച്ച് എൻ്റെ മണ്ടക്കൂട്ട് ജസ്റ്റ് ചത്തൂരത്തിൻ്റെ പകുതി ഹാർട്ടായി. എൻ്റെ അതാണ് ഞാൻ പെട്ടെന്ന് ക്രിയേറ്റീവ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്ത് കരുതി. ഇപ്പൊ കണ്ടോ നമ്മള് ഇതാക്കി പിന്നെ ഒരിക്കലും നമ്മൾക്ക് കൊണ്ടൊന്നും അടിക്കാൻ പറ്റില്ല. പിന്നെ അടിയിലോട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ക്രിയേറ്റീവ് അയ്യോ എന്ന് വെച്ചത്. കാരണം വെച്ചാൽ എനിക്ക് അപ്പോഴത്തേക്കും എൻ്റെ കിളി മുഴുവനും പാറിപ്പോയി. ഞാൻ വെച്ചാൽ എൻ്റെ ലൂട്ട് മുഴുവനും പോകാണ്ട ഒരുത്തനും അടിക്കാനും പറ്റില്ല. എനിക്ക് ഇനി ലാവയിലോട്ടും ചാടാൻ പറ്റത്തില്ല. കണ്ട ഇങ്ങനെ നടക്കാം.
ഇതോടെ ചെക്കനൊക്കെ ഉണ്ട് കണ്ടാണ്ട അണ്ണ കളിക്കുന്ന എല്ലാരും കൂടെ എന്നെ വരും അപ്പൊ എന്തോ ജസ്റ്റ് അത് ഞാനാണെങ്കിൽ എന്റെ ആ ഒരു ബോധം എന്റെ മുഴുവൻ ബോധവും പോയി. അതാണ് ഞാൻ പെട്ടെന്ന് അയ്യോ ക്രിയേറ്റീവ് അയ്യോ തീർന്നു എനിക്ക് ക്രിയേറ്റീവിലോട്ട് മാറണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇത് അൺഫെയർ ആണ്. കാരണം നമ്മൾ ഇത് ചെയ്തിട്ട് ക്രിയേറ്റീവിലോട്ട് പറഞ്ഞു വെച്ചത് നല്ല അൺഫെയർ ആയിരിക്കും. അപ്പോ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തത് നിങ്ങൾ ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബിൽ അടിച്ചേക്കണം. അതടിക്കാതിരിക്കരുത്. ഞാൻ കരഞ്ഞ് ഞാൻ ഇല്ലാണ്ടാവും. ഞാൻ അത്രയും കഷ്ടപ്പെട്ടു നീ വെയില് വരുന്നു. അപ്പൊ അവിടെ കൂടെ അപ്പോ ഉറങ്ങുന്നില്ല. അയ്യോ അപ്പൊ ഫ്രണ്ട്സ് ഇത്രയുള്ള വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുമ്പോൾ ഇറ്റ്സ് മീ പാരലൽ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.